മക്കൾ നന്നാകാൻ രക്ഷിതാക്കൾ പലപ്പോഴും ആത്മീയ പരിഹാരമാർഗം ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന അത്ഭുതകരമായ ഇസ്മിൽ അതിനുള്ള പരിഹാരമുണ്ട്. സ്വയം നന്നാകാൻ, സ്വയം ഭോഗത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന്, കള്ളുകുടിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കളെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിൽ അതിനുള്ള പരിഹാരമുണ്ട്. കള്ളൻ്റെ ശല്യം ഒഴിവാകാൻ, ശത്രുക്കളുടെ ശല്യം ഒഴിവാകാൻ, ഇങ്ങനെ തുടങ്ങി ധാരാളം അമലുകൾ മുത്തക്കബ്ബിർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൽ നമുക്ക് കാണാൻ കഴിയും. ഏതാനും ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന മുസ്തഫാ മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പല ഇസ്മുകളും ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 11ാമത്തെ ഇസ്മാണ്, മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മ. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുത്തക്കബ്ബിർ. 11ാമത്തെ ഇസ്മാണ് മുത്തക്കബ്ബിർ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവുകൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ ഇസ്മുകളും നമ്മൾ പഠിച്ചു വരികയാണെങ്കിൽ, അതിൻ്റെ തർത്തീബനുസരിച്ചുകൊണ്ട് നമ്മൾ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ വലിയ നേട്ടമാണ് ദുനിയവിയും ഉഖ്റവിയുമായി നമ്മെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്ന് പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളെ ഒരാൾ മനഃപ്പാഠമാക്കിയാൽ, നമ്മുടെ കൂട്ടത്തിൽ മനഃപ്പാഠമുള്ള ആളുകൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഒന്ന് കമൻറ്റ് ചെയ്യ്, മനഃപ്പാഠമുള്ള ആളുകൾ ബാക്കിയുള്ളവർക്ക് കൂടി ഒന്ന് പ്രചോദനമാകട്ടെ. നമ്മൾ സ്ഥിരമായ അസ്മാഉൽ ഹുസ്ന പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനഃപ്പാഠമാകും. ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് മനഃപ്പാഠമാക്കി എടുക്കാൻ കഴിയും. എല്ലാ ദിവസവും രാത്രി അസ്മാഉൽ ഹുസ്ന ചൊല്ലി കിടന്നുറങ്ങുന്നൊരു പതിവുണ്ടായാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുന്ന പതിവുണ്ടായാൽ മതി. പെട്ടെന്ന് നമുക്ക് മനഃപ്പാഠമാകും. വളരെ സിമ്പിളാണ്. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം, അത് ആ ഓർഡറിൽ പഠിച്ച് അതങ്ങനെ നമ്മൾ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ, പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകില്ല. ഏത് രാത്രിയിലും എത്ര വലിയ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ചൊല്ലാൻ പറഞ്ഞാലും നമുക്ക് യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് എന്നങ്ങനെ ചൊല്ലാൻ കഴിയും. അപ്പം അങ്ങനെ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ ഒരാൾ മനഃപ്പാഠമാക്കിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. ആ ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മ, പല ഇസ്മിൻ്റെയും പല അമലുകളും നമ്മൾ ചർച്ച ചെയ്തതാണ്. മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിൻ്റെ ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും. തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിനെ ഉപയോഗിക്കാൻ കഴിയുക? കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക? മക്കൾ നന്നാകാൻ വേണ്ടി എങ്ങനെയാണ് മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിനെ നമ്മളത് ചൊല്ലുക, ഉപയോഗിക്കുക? അതുപോലെ മനുഷ്യന്മാർ ചെയ്യുന്ന ധാരാളം തെറ്റുകളുണ്ടല്ലോ, വികാരം, സ്വയംഭോഗം, ഇതൊക്കെ അമിതമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, കള്ളുകുടി, മറ്റു ലഹരി പദാർത്ഥങ്ങൾ, നമ്മുടെ മക്കൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മിനെ എങ്ങനെ നമുക്ക് ചൊല്ലാൻ കഴിയും, ഉപയോഗിക്കാൻ കഴിയും? സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇങ്ങനെ തുടങ്ങി ധാരാളം അമലുകൾ മുത്തക്കബ്ബിർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതാനും ചില അമലുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുകയാണ്. 1ാമത്തെ അമൽ എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാകാനുള്ള അമലാണ്. 1ാമത്തെ അമല്, നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോയി കഴിഞ്ഞാൽ അത് വലിയ പരീക്ഷണമായിരിക്കും. ഖുർആൻ പറഞ്ഞത് ഹിബത്ത് എന്നാണ്, സമ്മാനം എന്നാണ്. സമ്മാനം പരീക്ഷണമാകും, സമ്മാനം അദാബാകും. മക്കൾ നന്നായിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. മക്കൾ നന്നാകണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മെ ചുറ്റിക കൊണ്ടടിക്കുമ്പോഴല്ല, പിന്നെ എപ്പോഴാണ്? നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാകണമെന്നുള്ള ചിന്ത നമ്മളൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു തുണയെ തിരഞ്ഞെടുക്കുമ്പോൾ, എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ പിതാവ് ആരായിരിക്കണം, നമ്മൾ അവിടെ മുതൽ ചിന്തിക്കണം. എൻ്റെ മകൻ്റെ മകളുടെ മാതാവ് ആരായിരിക്കണം, അവിടെ മുതൽ ചിന്തിക്കണം. മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ധാരാളം ദിക്റുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താന ഫീമാ റസഖ്തന എന്ന് ചൊല്ലിയിട്ട് പോവുക എന്നുള്ളത്
വലിയ ബറക്കത്താണ്, വലിയ കാവലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക എന്നുള്ളത് വലിയ ബറക്കത്താണ്, വലിയ കാവലാണ്. അതിൻ്റെ കൂടെ യാ മുത്തക്കബ്ബിറു യാ അല്ലാ, അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ ജലാലിയത്തിൻ്റെ ഇസ്മ ചേർത്തുകൊണ്ടാണ് പറയുക. യാ മുത്തക്കബ്ബിറു യാ അല്ലാ, യാ മുത്തക്കബ്ബിറു യാ അല്ലാ, യാ മുത്തക്കബ്ബിറു യാ അല്ലാ എന്ന് 100 തവണ ഭാര്യയും ഭർത്താവും ചൊല്ലിയിട്ട് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ അവർക്കതിൽ മക്കളുണ്ടായി കഴിഞ്ഞാൽ വലിയ ബറക്കത്താണ്. ആ മക്കൾ നന്നാകും, ഒരിക്കലും വഴിപിഴച്ചു പോകൂല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ അമൽ അതാണ്. രണ്ടാമത്തെ അമൽ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ. തെറ്റ് എന്ന് പറയുമ്പോൾ പല ആളുകളും പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്, അതുപോലെ മറ്റുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ കള്ളു കുടിച്ചു പോയി, ഞാൻ വ്യഭിചരിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ സ്വയംഭോഗം ധാരാളം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് എനിക്കൊരു മോചനം ഒരു നിലക്കും എനിക്ക് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലെങ്കിൽ മക്കളുടെ തെറ്റിൽ നിന്ന് മക്കളെ മോചിപ്പിക്കാൻ വേണ്ടി, ഭർത്താവിൻ്റെ തെറ്റിൽ നിന്ന് ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി, ഭാര്യയുടെ തെറ്റിൽ നിന്ന് ഭാര്യയെ മോചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വയം തെറ്റിൽ നിന്ന് നമുക്കതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ട് നമ്മൾ. പക്ഷേ പലപ്പോഴും ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിൽ നിന്ന് മാറാൻ വേണ്ടി ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യാ മുത്തക്കബ്ബിറു യാ അല്ലാ എന്നുള്ള ഇസ്മ 662 തവണ ചൊല്ലിയിട്ട് ഒരു വെള്ളത്തിലേക്ക് ഊതുക. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഊതി മന്ത്രിച്ചിട്ട് നമ്മൾ ആ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ ഒരു പതിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഏതൊരു തെറ്റിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയാണോ, കള്ളുകുടിയിൽ നിന്നാണോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അപകടകരമായ ലഹരിയിൽ നിന്നാണോ, അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ സ്വയംഭോഗത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണോ നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരും. തഖ്വയിൽ അധിഷ്ഠിതമായി പാപരഹിതമായി ജീവിക്കാനുള്ള അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ ഒരു അമലാണ് ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി. ഏതെങ്കിലും ഒരു ശത്രു നമ്മെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റു അബൗദികമായ ഏതെങ്കിലും രൂപത്തിലോ, സിഹർ പോലെ ഏതാണെങ്കിലും ശരി, ശത്രുവിൻ്റെ ആക്രമത്തിൽ നിന്ന്, അത് നമ്മുടെ കുടുംബത്തിലുള്ള ശത്രുവാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിലുള്ള ശത്രുവാകട്ടെ, അല്ലെങ്കിൽ പുരുഷന്മാർക്കിടയിലുള്ള ശത്രുവാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട ശത്രുക്കളാകട്ടെ, ആരുമാകട്ടെ, ആ ശത്രുവിൻ്റെ ശത്രുതയിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസത്തിൽ വെള്ളിയുടെ മോതിരത്തിൽ ഈ അത്ഭുതകരമായ ഇസ്മ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ആ ശത്രുവിൻ്റെ ശത്രുതയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. വെള്ളിയുടെ മോതിരം എന്നുള്ളതൊക്കെ വലിയ സുന്നത്തുള്ള വിഷയമാണ്. ആ വെള്ളിയുടെ മോതിരത്തിൽ ധരിക്കപ്പെടുന്ന ഓരോ കല്ലുകൾ, അക്കീഖ് എന്ന കല്ല്, ഫൈറൂസ് എന്ന കല്ല്, യാക്കൂത്ത് എന്ന കല്ല്, ഓരോ കല്ലുകൾക്കും പ്രത്യേകതയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കല്ലുകളും ധരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പല കല്ലുകളും ധരിച്ചു കഴിഞ്ഞാൽ ആ കല്ല് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ അതിൻ്റെ രശ്മികളും അതിൻ്റെ സ്പർശനവും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അബൗദികമായ അത്ഭുതകരമായ അതിശയിപ്പിക്കുന്ന നേട്ടങ്ങളും ഗുണങ്ങളും നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ വെള്ളി മോതിരത്തിൽ യാ മുത്തകബ്ബിറു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ എഴുതിയിട്ട് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച കാര്യമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നാലാമത്തെ ഒരു വിഷയം എന്നുള്ളത് കള്ളൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ കള്ളന്മാരുടെ ശല്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ കള്ളന്മാരുടെ ശല്യമുണ്ടെങ്കിൽ, ഇന്ന് പഴയ പോലെയല്ല, വീടുകളിലൊക്കെ വളരെ കുറഞ്ഞ ആളുകളാണ് താമസിക്കുന്നത്. ഭർത്താവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കും, ഭാര്യയും ചെറിയ മക്കളും മാത്രമാണ് ചിലപ്പോൾ വീടുകളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ കള്ളന്മാരുടെയൊക്കെ ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ കള്ളന്മാരുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന അത്ഭുതകരമായ ഒരു അമൽ നമ്മൾ പറയുകയാണ്. വെള്ളിയാഴ്ച പകൽ സമയത്ത് 7-ാം സാഅത്തിൽ ഒരു കടലാസിൽ 662 തവണ മുത്തക്കബ്ബിർ എന്നുള്ള ഇസ്മ നമ്മൾ എഴുതുക. എന്നിട്ട് ആ കടലാസിനെ മറ്റൊരു പേപ്പറിൽ നമ്മൾ പൊതിയുക.
എന്നിട്ട് നമ്മളൊരു കുപ്പിയിലാക്കിയിട്ട് വീടിൻ്റെ ഒരു മൂലയിൽ കുഴിച്ചിടുക. ഇതുപോലെ വീടിൻ്റെ 4 മൂലയിൽ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുകയില്ല, കള്ളന്മാർ ആ ഭാഗത്തേക്ക് അടുക്കുകയില്ല, അവർ പുറംതിരിഞ്ഞ് നടക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെയും നല്ല തവക്കുലോടെയും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തക്കബ്ബിർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ധാരാളം അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതാനും വളരെ പ്രധാനപ്പെട്ട 4 അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു പഠിക്കാനും പകർത്താനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.